Next question. Draw front view, top view, side view in first angle projection of the component whose isometric view is given below. Isometric view നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കണം. ഏതൊക്കെ വ്യൂ വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ ഇതാണെന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ ഈ ഡയറക്ഷനിൽ സൈഡ് വ്യൂ വരയ്ക്കാം അല്ലേ? ദെൻ ടോപ്പ് വ്യൂ. സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് സൈഡാണ്? ലെഫ്റ്റ് സൈഡാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ എവിടെ വരയ്ക്കണം? ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ എവിടെ വരയ്ക്കുന്നു? അതിൻ്റെ റൈറ്റ് സൈഡിൽ വേണം ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഇതിനെ റെഫറൻസ് ലൈനായ XY ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ ഇതാണ്. നമുക്ക് കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയും സർഫസ് ആണല്ലേ? ശരിയല്ലേ? ഇത്രയും സർഫസ് കാണാൻ കഴിയും. ഇത് മുതൽ ഇതുവരെ 100 ആണ്. ഇത് മുതൽ ഇതുവരെ 60, ഇത് മുതൽ ഇതുവരെ 40, ഇത് മുതൽ ഇതുവരെ 10, ഇത് മുതൽ ഇതുവരെ 20. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്യാലോ. അപ്പോൾ നമ്മൾ റെഫറൻസ് ലൈൻ്റെ മുകളിലാണല്ലേ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. ടോട്ടൽ 100 ആണ്. നമുക്ക് ആ 100 മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 40 ആണ്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 60 ആണ്. നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ 20 ആണ്. 20 mm നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അവിടെ നിന്ന് ഹൈറ്റ് എത്രയാണ്? 10 mm ആണ്. ഓക്കെ, ഈ പോയിൻറ്റും ഇതും കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ശരിയല്ലേ? ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇനി നോക്കിയേ, നമുക്ക് ഇങ്ങനെ ഒരു ഹോൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടേ. 520 എന്ന് പറയുന്നുണ്ട്. അതായത് 20 mm ഡയമീറ്റർ ഉള്ള, 5 മീൻസ് ഡയമീറ്റർ ആണ്, ഡയമീറ്റർ 20 mm ഉള്ളൊരു ഹോളാണ് അല്ലേ? അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഡയമീറ്റർ 20 എന്ന് പറയുമ്പോൾ റേഡിയസ് 10 mm എടുത്ത് വരയ്ക്കുക. ഈ ഹോളിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് 60 മാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് 20 മാർക്ക് ചെയ്യുക. നമ്മളിവിടെ നിന്ന് 60 മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ സെൻട്രൽ ലൈനിൻ്റെ ഹൈറ്റ് എത്രയാണ്? 20 mm ആണല്ലേ? ഇതല്ലേ നമ്മുടെ സെൻട്രൽ ലൈൻ? സെൻട്രൽ പോയിന്റ് കിട്ടി. അവിടെ വെച്ച് നമ്മൾ എത്ര വരയ്ക്കുക? 20 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. അതായത് റേഡിയസ് എത്ര എടുക്കുക? 10 mm എടുക്കുക. ഓക്കെ, ശരിയല്ലേ? ശരിയല്ലേ? ഇത്രയല്ലേ എൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി ഇവിടെ ഇങ്ങനെ ഒരു സ്ലോട്ട്, ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി ഇവിടെ മാർക്ക് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ? അത് നമ്മൾ ഏത് ലൈനിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു? ഹിഡൻ ലൈൻ വെച്ച് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി കഴിഞ്ഞു. ഇനി എന്താ വരയ്ക്കേണ്ടത്? ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും സർഫസ് കാണാൻ കഴിയും. അതിനുശേഷം ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും, ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിൽ നിന്ന് പ്രൊജക്ടർ ലൈൻസ് താഴേക്ക് വരയ്ക്കുന്നു. റെഫറൻസ് ലൈനിൻ്റെ താഴെയാണ് നമ്മൾ ആരെ വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാനിനെ വരയ്ക്കുന്നത്. ശരിയല്ലേ? ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 100 mm ഉണ്ട്. നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ പ്രതലമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, നേരെ കാണാൻ കഴിയും. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 100 mm ആണ്. ഇവിടുത്തെ അതേ മെഷർമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മളവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 60 mm ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. രണ്ട് സൈഡിലും നമുക്കതുപോലെ 60 mm മാർക്ക് ചെയ്യാം.
ഓക്കെ, അതിനുശേഷം ക്ലോസ് ചെയ്യാം അല്ലേ. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 20ആണ്. ഇവിടെ സ്ട്രൈറ്റ് ഡിസ്റ്റൻസ് തന്നെയാണ്. ആ 20 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയും അതുപോലെ 20 ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ മുകളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ശരിയല്ലേ? പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതെത്രയാണ്? 20 mm ആണല്ലേ. അപ്പോൾ നമ്മൾ രണ്ടറ്റത്തും എന്ത് മാർക്ക് ചെയ്യുക? 20 mm മാർക്ക് ചെയ്യുക. 20, ഇവിടെ നിന്ന് 20 മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഈ സർഫസും ഈ രണ്ട് ചരിഞ്ഞ പ്രതലം നമുക്കിവിടെ സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ കഴിയും അല്ലേ. ഇനി നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു ഹോള് പോകുന്നു, ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യണ്ടേ. നോക്കി, ഇവിടെ നിന്ന് 60 മാറിയതിന് ശേഷം എന്ത് ചെയ്യുക? 20 mm ഒരു ഹോള് മാർക്ക് ചെയ്യുക. നമുക്കെടുക്കാം. ഇവിടെ നിന്ന് 60 എടുത്തതിന് ശേഷം 20 mm ഒരു ഹോളാണല്ലേ. അപ്പോൾ അതായത് സെൻട്രലിൽ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് 10 mm ഇങ്ങോട്ട് 10 mm. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഹിഡൻ ലൈനിൽ വരയ്ക്കണം. അവിടെ എങ്ങനെ പോകുന്ന ഒരു സെൻട്രൽ ലൈൻ കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചെയിൻ ലൈൻ ഹിഡൻ ആയിട്ടൂടെ വരച്ചെടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ഹോളില്ലേ, അതും നമുക്ക് എവിടെ മാർക്ക് ചെയ്യണം? ഈ ഒരു ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യണം. നോക്കിയേ, ഇവിടെ നിന്ന് 30 മാറിയതിന് ശേഷം മാർക്ക് ചെയ്യുക അല്ലേ. 30 മാറിയതിന് ശേഷം ഹോൾ എത്രയാണ്? 20 തന്നെയാണ് ഡയമീറ്റർ. ഈ പറയുന്ന പോലെ 10 mm അങ്ങോട്ടും 10 mm ഇങ്ങോട്ടും എടുത്തതിന് ശേഷം അതും എങ്ങനെ മാർക്ക് ചെയ്യണം? ഹിഡൻ ലൈനിൽ മാർക്ക് ചെയ്യണം. സെൻട്രലിൽ ഒരു ഹോളുള്ളതായിട്ട് കാണിക്കാനായിട്ട് നമ്മളൊരു സിമ്പിൾ ചെയിൻ ലൈൻ കൂടെ മാർക്ക് ചെയ്തിട്ടു. ഈ ചെയിൻ ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായോ? ഇനി ഏതാ വരയ്ക്കേണ്ടത്? സൈഡ് വ്യൂ ആണ്. ഇനി വരയ്ക്കേണ്ട സൈഡ് വ്യൂ ആണ്. നമ്മൾ സൈഡ് വ്യൂയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ ഈ ഒരു ചരിഞ്ഞ പ്രതലം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു ചരിഞ്ഞ പ്രതലമായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് കാണാൻ കഴിയും അല്ലേ. ഇത്രയും നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂയിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണിത്. അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ വേണം വരയ്ക്കാൻ. അത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അല്ലേ. ഫ്രണ്ട് വ്യൂ വരച്ച ലൈനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്തിടുന്നു. ഓക്കെ, പ്രൊജക്ടർ ലൈൻസ് മാർക്ക് ചെയ്യുന്നു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 60 ഉണ്ട്. mm നമ്മൾ മാർക്ക് ചെയ്തു. ഈ 40 mm വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ നിന്നൊരു 10 mm. ആ 10 mm ഒന്നുകിൽ നിങ്ങൾ മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രൊജക്ടർ ലൈൻ വരച്ചെടുക്കുക. നമുക്കിവിടെ എന്തായാലും പ്രൊജക്ടർ ലൈൻ വരച്ചെടുക്കാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. എത്ര ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്?
20 mm നമ്മൾ ആ 20 mm മാർക്ക് ചെയ്തു. ഓക്കെ, ഈ പോർഷനായി. ദെൻ അതുപോലെ ഈ സൈഡിലും 20 mm മാർക്ക് ചെയ്യുന്നു. ഈ പോർഷനായി. ഇനി നമ്മൾ ഈ ഒരു സർഫസ് കാണാൻ പറ്റുമെന്ന് പറയില്ലേ? സ്ട്രെയിറ്റ് ആയിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയൂ. ഇത്രയും സർഫസ് നമുക്ക് സൈഡ് വ്യൂയിലൂടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂവൽ പോർഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളാവൂ അല്ലേ? അത് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അതുപോലെ ഈ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഇത്ര മാത്രമല്ലേ ഇതിൻ്റെ സൈഡ് വ്യൂ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ഉള്ളതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് 30 mm ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. 20 mm മുകളിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? 30 mm എടുത്തതിന് ശേഷം നമ്മളൊരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുകയാണ്. ഇതിലെത്രയാണ്? 20 mm കൂടെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടി അല്ലേ? ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടി. അത് 20 mm തന്നെയാണ് ഡയമീറ്റർ. അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നു? 10 mm റേഡിയസ് എടുക്കുന്നു. ഓക്കെ, 10 mm റേഡിയസ് എടുത്തുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ കൊടുക്കുക. ഒരു കാര്യം കൂടി, നമ്മൾ സൈഡ് വ്യൂയിലൂടെ നോക്കുമ്പോൾ ഇതുവഴിയുള്ളൊരു ഹോൾ നമുക്ക് ഈ സൈഡ് വ്യൂവിൽ മാർക്ക് ചെയ്യണം അല്ലേ? അതായത് ഇവിടെ നിന്ന് 20 mm എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ഹോൾ കൂടി. ഇവിടെ ഓൾറെഡി 20 mm എടുത്ത് തന്നെ ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. നമ്മൾ നോക്കിയേ, ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈനും കൂടി ഇവിടെ കൊടുക്കുക, ഹിഡൻ ലൈൻ കൂടി. ശരിയല്ലേ? ഇനി ഡയമെൻഷൻ ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇതുപോലെ ഡയമെൻഷൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ എല്ലാം മാർക്ക് ചെയ്യുക. നമ്മളിവിടെ ആ ഒരു ഹോളിന് മാർക്ക് ചെയ്യുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ലീഡർ ലൈൻ വരച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒരു ആരോ കൊടുത്ത് ഇതുപോലെ 520 എന്ന് പറയുമ്പോൾ ഡയമീറ്റർ 20 mm. അതുപോലെ 2 ഹോൾ ഉണ്ടായിരുന്നു, അത് 2 നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ.